അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ AI, ChatGPT അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ചർച്ച. ഭയങ്കര സാധ്യതകളാണ് പലരും പറയുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥ വശം? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നോം ചോംസ്കിയെക്കുറിച്ചാണ്, ഭാഷാശാസ്ത്രജ്ഞൻ, ചിന്തകൻ. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങളൊരു അഭിമുഖം ഷെയർ ചെയ്തിരുന്നല്ലോ, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അതെ അതെ. ചോംസ്കി ശരിക്കും പറഞ്ഞാൽ ഈ AI-യുടെ, പ്രത്യേകിച്ച് ChatGPT പോലുള്ള ലാംഗ്വേജ് മോഡൽസിന്റെ കാര്യത്തിൽ കുറച്ച് കടുത്ത നിലപാടാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വാദം എന്താച്ചാൽ, ഇതിനൊന്നും യഥാർത്ഥത്തിൽ ബുദ്ധിയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലത്തെ ഭാഷാപരമായ കഴിവോ ഇല്ല എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മനുഷ്യന്റെ ഭാഷാ കഴിവും ഈ മെഷീൻസും തമ്മിൽ എവിടെയാണ് വ്യത്യാസം വരുന്നത്? അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ചോംസ്കിയുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഈ ChatGPT പോലുള്ള സിസ്റ്റംസ് ഇല്ലേ, അവ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ അളവിലുള്ള ഡേറ്റ, കോടിക്കണക്കിന് വാക്കുകൾ, അതൊക്കെ എടുത്ത് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിൽ കാണുന്ന പാറ്റേണുകൾ വെച്ച് പുതിയതെന്ന് തോന്നുന്ന രീതിയിൽ വാക്കുകൾ അടുക്കിപ്പെറുക്കി വയ്ക്കുകയാണ്. അത്രയുള്ളൂ. ഇതിനെ അദ്ദേഹം വിളിക്കുന്നത് ഒരുതരം ഹൈടെക് കോപ്പിയടി എന്നാണ്, ഹൈടെക് പ്ലജറിസം. ഇതിന് ചിലപ്പോൾ ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഇത് നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇത് ശരിക്കുള്ള ചിന്തയോ ബുദ്ധിയോ അല്ല. ഈ ഹൈടെക് കോപ്പിയടി എന്നുള്ള വാക്ക് അത് കുറച്ച് സ്ട്രോങ് ആണല്ലേ? അതായത് വലിയ ഡാറ്റ വെച്ച് പാറ്റേൺ കണ്ടുപിടിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല. അതാണോ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്? ഈ ചെസ് കമ്പ്യൂട്ടർ ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്നതൊക്കെ ഒരു PR സ്റ്റണ്ട് മാത്രമാണെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതെ, അതുതന്നെ. അതായത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വെറും ഡേറ്റ പ്രോസസ്സിംഗ് അല്ല. അവിടെയാണ് ശരിക്കും മനുഷ്യനും AI-യും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അദ്ദേഹം കാണിക്കുന്നത്. AI-ക്ക് പ്രവർത്തിക്കണമെങ്കിൽ വലിയ ഭീമമായ ഡാറ്റ വേണം, ശരിയല്ലേ? പക്ഷേ ഒരു മനുഷ്യക്കുട്ടി അതിന് കിട്ടുന്ന ഇൻപുട്ട് വളരെ കുറവാണ്. നമ്മളതിന് സ്റ്റിമുലസിന്റെ ദാരിദ്ര്യം എന്നൊക്കെ പറയും, പോവർട്ടി ഓഫ് ദി സ്റ്റിമുലസ്. എന്നിട്ടും ആ കുട്ടി 2-3 വയസ്സാകുമ്പോഴേക്കും ഭാഷയുടെ കോംപ്ലക്സായ നിയമങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നു. അതാണ് ശരിക്കും അത്ഭുതം. അത് AI-ക്ക് നിലവിൽ സാധ്യമല്ല. ശരിയാണ്. വളരെ കുറഞ്ഞ ഇൻഫോർമേഷൻ വെച്ച് ഇത്രയും സങ്കീർണമായൊരു സിസ്റ്റം, ഭാഷ പഠിച്ചെടുക്കാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമുള്ള ഒന്നാണ്. അപ്പോൾ ഈ കഴിവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഈ മെഷീൻ ലേണിംഗിന്റെ കഴിവിലല്ല എന്നാണ് ചോംസ്കി പറയുന്നത്. പിന്നെ ഈ പഴയ ചോദ്യമുണ്ടല്ലോ, യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതിനെ ചോംസ്കി കാണുന്നതൊരു ഡെഫിനിഷന്റെ പ്രശ്നമായിട്ടാണ്, ഒരു നിർവചനത്തിന്റെ പ്രശ്നം. മുങ്ങിക്കപ്പലുകൾ നീന്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ അത്. വേണമെങ്കിൽ നമുക്ക് ഈ മെഷീനുകൾ ചിന്തിക്കുന്നു എന്ന് പറയാം, പക്ഷെ അടിസ്ഥാനപരമായി അവ ചെയ്യുന്നത് എന്താണ്? വലിയ ഡേറ്റാ സെറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പാറ്റേണുകൾ കണ്ടെത്തുന്നു. അതിനെ ചിന്ത എന്ന് വിളിക്കുന്നത് എത്രത്തോളം ശരിയാണ്? അതൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ബോധം, കോൺഷ്യസ്നസ്, അതിന്റെ കാര്യത്തിലോ AI-ക്ക് എപ്പോഴെങ്കിലും ബോധം വരുമോ? അതിനെപ്പറ്റി അദ്ദേഹം എന്ത് പറയുന്നു? ബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ മിസ്റ്ററി, ഒരു രഹസ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലുള്ള ഈ AI-യുടെ രീതികളൊന്നും ആ രഹസ്യത്തിന്റെ അടുത്തേക്ക് പോലും എത്തുന്നില്ല. കാരണം മനുഷ്യന്റെ തലച്ചോറെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതിൽ നമുക്ക് തോന്നിയ പോലെ പരീക്ഷണം നടത്താനും പറ്റില്ല, അതിന് എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ കൊണ്ട് മാത്രം ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഇനി ഈ ഭാഷ പഠിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു അത്ഭുതകരമായ കഴിവുണ്ടല്ലോ, അതിനു പിന്നിൽ എന്താണ്? അവിടെയാണ് ചോംസ്കിയുടെ വളരെ ഫേമസ് ആയ യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെങ്കിൽ സാർവത്രിക വ്യാകരണം എന്ന ആശയം വരുന്നത്. UG എന്ന് പറയും. അതായത് എല്ലാ മനുഷ്യരിലും ജന്മനാ ഭാഷ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ബിൽറ്റ് ഇൻ സിസ്റ്റമുണ്ട്, ഒരു ആന്തരിക ഘടന. അതുകൊണ്ടാണ് ഏത് നാട്ടിൽ ഏത് ഭാഷ കേട്ട് വളർന്നാലും കുട്ടികൾക്ക് ആ ഭാഷ അല്ലെങ്കിൽ ഭാഷകൾ പഠിക്കാൻ പറ്റുന്നത്. അതായത് ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൂൾ പോലെ പഠിച്ചെടുക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിൽ ബയോളജിക്കലായി തന്നെയുള്ള ഒരു കഴിവാണ്. ചിലപ്പോ പരിണാമത്തിൽ പെട്ടെന്ന് രൂപപ്പെട്ട ഒന്നായിരിക്കാം. പല പല ഭാഷകളുണ്ടാവാം, മാറാം. പക്ഷേ ഭാഷ പഠിക്കാനുള്ള ആ ഒരു ബേസിക് കഴിവ് അത് കോൺസ്റ്റന്റ് ആണ്, അല്ലേ? അതെ. അതുപോലെ ഭാഷയിലെ വാക്കുകളും നമ്മളെ പുറത്തു കാണുന്ന ലോകത്തിലെ വസ്തുക്കളും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചും ചോംസ്കിക്കൊരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. സാധാരണ നമ്മൾ വിചാരിക്കും ഓരോ വാക്കിനും കറസ്പോണ്ടിങ്ങായി ലോകത്തിൽ ഒരു വസ്തുവുണ്ട്, അതാണ് അതിൻ്റെ റെഫറൻസ് എന്ന്. പക്ഷേ ചോംസ്കി പറയുന്നത് അങ്ങനെയൊരു ഡയറക്റ്റ് ഫിക്സഡ് ബന്ധം വാക്കുകൾക്കില്ലാന്നാണ്.
നമ്മളൊരു വാക്കുപയോഗിച്ച് ഒരു സാധനത്തിന് റെഫർ ചെയ്യുന്നു. അതൊരു പ്രവൃത്തിയാണ്, ഒരു സ്പീച്ച് ആക്ട്. അല്ലാതെ വാക്കിന് തനിയെ ഒരു റെഫറൻസ് ഇല്ല. ഓക്കെ, ഇത് കുറച്ച് ആഴത്തിലുള്ള ചിന്തയാണ്. അപ്പോ മരം എന്ന വാക്കിന് തനിയെ ഒരു മരവുമായി ബന്ധമില്ല. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ ബന്ധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണോ? ഏറെക്കുറെ അതെ. ഭാഷയും ലോകവും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. ശരി. ഇനി വേറൊരു കാര്യം. നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തെ കാണുന്ന രീതിയെ മാറ്റുന്നു എന്നൊരു വാദമുണ്ടല്ലോ. സപ്പിർ-വോർഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. അതിനെക്കുറിച്ച് ചോംസ്കിയുടെ അഭിപ്രായം എന്താണ്? ആ വാദത്തിന് വലിയ കഴമ്പൊന്നുമില്ലെന്നാണ് ചോംസ്കി പറയുന്നത്. കാര്യമായ തെളിവുകളില്ല. ചില ചെറിയ കാര്യങ്ങളിൽ, ചിലപ്പോ നിറങ്ങളെ തിരിച്ചറിയുന്നതിലോ മറ്റോ ഭാഷയ്ക്കൊരു ചെറിയ റോൾ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായ ചിന്തയെ അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റിനെ ഭാഷ മാറ്റിമറിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടെൻസിനൊരു പ്രത്യേക വേർബ് ഫോം ഇല്ല. എന്നുവെച്ച് ഇംഗ്ലീഷുകാർക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്നില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നോം ചോംസ്കി ഈ AI-യുടെ ഇപ്പോഴത്തെ നേട്ടങ്ങളെ കാണുന്നത് വളരെ സംശയത്തോടെയാണ്. വലിയ ഡാറ്റാസെറ്റിൽ നിന്ന് പാറ്റേൺ കണ്ടെത്തുന്നത് മനുഷ്യന്റെ ഭാഷാശേഷിയോ ചിന്തയോ ബോധമോ അല്ല. മനുഷ്യന്റെ ഈ കഴിവുകൾക്ക് പിന്നിൽ യൂണിവേഴ്സൽ ഗ്രാമർ പോലുള്ള ജന്മസിദ്ധമായ ഘടനകളുണ്ട്. അതിനെ അനുകരിക്കാനോ അതുപോലെ പ്രവർത്തിക്കാനോ ഇന്നത്തെ AI മോഡലുകൾക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ ഗാതൽ. തീർച്ചയായും. നമ്മൾ ഈ AI-യുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ തനതായ കഴിവുകളുടെ ആഴം, അതിന്റെ സങ്കീർണത, അതൊന്നും മറക്കാൻ പാടില്ല. ഭാഷയെന്ന് പറയുന്നത് വെറുമൊരു കമ്മ്യൂണിക്കേഷൻ ടൂളല്ല, അത് മനുഷ്യന്റെ ചിന്തയുടെയും മനസ്സിന്റെയും ഒക്കെ അടിസ്ഥാനം കൂടിയാണെന്ന് ചോംസ്കി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിക്കാനായി ഒരു കാര്യം കൂടി അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമ്മുടെ ചിന്തയുടെയും ഭാഷയുടെയും ഏതാണ്ട് 99% നടക്കുന്നത് നമ്മുടെ ബോധത്തിന് പുറത്താണ്, അൺകോൺഷ്യസ് ആയാണ്. നമ്മൾ മനസ്സിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നില്ലേ, ആ ഇന്നർ സ്പീച്ച്. അതും യഥാർത്ഥ ചിന്തയല്ല, മറിച്ച് നമ്മൾ പുറത്ത് സംസാരിക്കുന്ന ഭാഷയുടെ ഒരു രൂപം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിനെക്കുറിച്ച് നമുക്ക് തന്നെ എത്രത്തോളം അറിയാൻ പറ്റും? നമ്മുടെ ഒരു സെൽഫ് നോളജിന്, സ്വയം അറിവിന് പരിധികളുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്.